KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടിൽ സൂക്ഷിച്ച 4 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. കഞ്ചാവ് പിടികൂടിയത് കാസർഗോഡ് ASP D ശിൽപയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളതെന്ന് കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ. കാസർഗോഡ് മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലാണ് പോരാട്ടമെന്നും രവീശ തന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഖാദി യൂണിയൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. UDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് പകർന്ന് കാസർഗോഡ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. CPMന്റെ കൊടുവാൾ രാഷ്ട്രീയത്തിനെതിരെ പോളിംഗ് ബൂത്തിൽ വിരൽത്തുമ്പ് കൊണ്ട് ഉത്തരം പറയണമെന്ന് KP കുഞ്ഞിക്കണ്ണൻ. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള തായൽ നിക്രാജെ മഖാം ഉറൂസിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഹാഫിൾ സമ്മിദ് ഫക്രുദ്ദീൻ അൽ ഹദാദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റ് 26 മുതൽ KCA സ്റ്റേഡിയത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. വീട്ടിൽ സൂക്ഷിച്ച 4 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. കാസർഗോഡ് ASP D ശിൽപയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കൂഡ്ലു RD നഗർ നങ്കോയി റോഡിലെ ഉണ്ണിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഉണ്ണിയെ കൂടാതെ മുള്ളേരിയ സ്വദേശിയും ചെർക്കളയിലെ ക്വാർട്ടേഴ്സിലെ താമസക്കാരനുമായ ഉസൈനാർ, ചെർക്കള കുണ്ടടുക്കയിലെ രതീഷ് K എന്നിവരെയും അറസ്റ്റ് ചെയ്തു. ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിക്കുന്നതായാണ് പോലീസിന്റെ നിഗമനം. കൊണ്ടുവന്ന കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കി നഗരങ്ങളിലും മറ്റും വിൽപ്പന നടത്തുന്നതായാണ് സൂചന. ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. SI ബബീഷ്, പ്രജിത്ത്, രൂപേഷ്, മധു, രതീഷ്, പ്രവീൺ, തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് KCN. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളതെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ. കാസർഗോഡ് മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലാണ് പോരാട്ടമെന്നും രവീശ തന്ത്രി കുണ്ടാർ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ കാസർഗോട്ട് കൊണ്ടുവന്നത്. വികസന കാര്യത്തിൽ NDA സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവില്ലെന്നതിന്റെ തെളിവാണിത്. ജനങ്ങൾ NDAക്കൊപ്പമാണെന്നാണ് പര്യടനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാസർഗോഡ് ജില്ലയുടെ ഭൂമിശാസ്ത്രം അറിയാത്ത ആളെയാണ് UDF സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അത് NDAക്ക് ഗുണം ചെയ്യും. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലാണ് പോരാട്ടമെന്നും വിജയിച്ചാൽ കാണിയൂർ റെയിൽവേ പാത, എൻഡോസൾഫാൻ ഇരകൾക്കുള്ള കേന്ദ്ര സഹായം, കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്നിവ കാലതാമസമില്ലാതെ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ജനസമൂഹത്തിൽ സ്വീകാര്യമായത് കേരളത്തിലും കാസർഗോഡിലും കൂടി ഒരു സ്വീകാര്യമായ നേതാവാണ് നരേന്ദ്രമോദിജി. അത് NDAക്ക് അനുകൂലകരമായ വിഷയമായതിനെ കൊണ്ട് ഇപ്രാവശ്യം ജനസമൂഹം NDA പിന്തുണയ്ക്കുവരെന്ന് ആത്മവിശ്വാസമുണ്ട്. സംസ്ഥാന സർക്കാർ വിശ്വാസി സമൂഹത്തിനോട് ചെയ്ത വഞ്ചന, അത് കാസർഗോഡിൽ കൂടി പുകയാടുന്ന വിഷയം. അപ്പം അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂലകരമായ വിഷയമായതിനെ കൊണ്ട് ഞങ്ങൾ ട്രയാങ്കുലർ ഫൈറ്റ് എന്ന് പ്രതിപാദിക്കുന്നില്ല. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം അറിയാത്ത കാൻഡിഡേറ്റ് UDFിലുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് ഇന്ന് നേരെ ഫൈറ്റുള്ളത് LDFും NDA ആയിട്ട്. പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഖാദി യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. നിരവധി ഖാദി തൊഴിലാളികൾ പങ്കെടുത്തു. ഒരുപാട് കാലത്തെ സമരത്തിനും ഒരുപാട് കാലത്തെ മുറവിളിക്കും അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ട് അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയും പിന്നീട്
ഏറ്റവും വലിയ ഒരു ശക്തിക്ക് മുന്നിൽ അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് നൽകാമെന്ന് അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം വീണ്ടും മാസങ്ങളായി അത് നൽകാതെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതിനു മുമ്പ് ഖാദി തൊഴിലാളികളുടെ ഒരു സമരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിനീതനായി എനിക്ക് സാധിച്ചു. അന്ന് പറഞ്ഞത്, അന്ന് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് വർഷത്തോളമായി പിരിച്ച തുക അത് ക്ഷേമനിധി ബോർഡിൽ പോലും അടക്കുന്നതിൽ ഒരു നിഷേധ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരായിട്ടായിരുന്നു അന്ന് നടത്തിയ ഒരു സമരം. ഖാദി വ്യവസായത്തെ സംരക്ഷിക്കുക, തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, കുടിശ്ശികയാക്കിയ ഉൽപാദന ബോണസ് വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. ധർണയ്ക്ക് മുന്നോടിയായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പി ജി ദേവ്, എൻ ഗംഗാധരൻ, ഹരീന്ദ്രൻ, ഇ എൻ പത്മനാഭൻ, കെ വി ബേബി, പുഷ്പാവതി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. CPM-ന്റെ കൊടുവാൾ രാഷ്ട്രീയത്തിനെതിരെ പോളിംഗ് ബൂത്തിൽ വിരൽത്തുമ്പ് കൊണ്ട് ഉത്തരം പറയണമെന്ന് KP കുഞ്ഞിക്കണ്ണൻ. UDF കാസർഗോഡ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലായിടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ശക്തമായ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഷേധത്തിന്റെ അതിശക്തമായ അലയൊലികൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ മോചനത്തിനു വേണ്ടി, കമ്മ്യൂണിസ്റ്റ് വൈരാളികന്മാരിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി, സമാധാനപരമായ ഒരു ജീവിതത്തിന് ആവശ്യമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ളതാണ് ഒരു അപേക്ഷ. UDF കാസർഗോഡ് നിയോജക മണ്ഡലം ചെയർമാൻ MM കടവത്ത് അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, CT അഹമ്മദ് അലി, NA നെല്ലിക്കുന്നി MLA, ഹക്കീം കുന്നിൽ, ഗോവിന്ദൻ നായർ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള തായൽ നെക്രാജെ മഖാം ഉറൂസിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഹാഫിൽ സമ്മിദ് ഫക്രുദ്ദീൻ അൽ ഹദാദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് നക്കരെ പതാക ഉയർത്തുന്നതോടെ 6 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസിന് തുടക്കമാകും. അൽ ഹാഫിള് അബ്ദുൽ റസാഖ് അബ്രാറി അൽ ഖാസിമി നെക്രാജെ അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണങ്ങളും നടക്കും. സമാപന ദിവസമായ 31-ന് അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തായൽ നെക്രാജ മഖാം ഉറൂസും 5 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും 2019 മാർച്ച് 26 മുതൽ 31 വരെ നടത്തപ്പെടുന്നു. ഹാഫിള് സയ്യദ് ഫഖറുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ മുഖ്യപ്രഭാഷണം, ഇസ്മായിൽ മദനി കൊടിപ്പാടി, ഖത്തീബ് നക്രാജ്, ഹമീദ് നക്കരെ, KS നിസാർ, റഫീഖ് ബട്ടുമുളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റിന് 26 മുതൽ KCA സ്റ്റേഡിയത്തിൽ തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭ കളിക്കാർ അണിനിരക്കുന്ന 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ മത്സരങ്ങളും ഡേ നൈറ്റ് ആയതിനാൽ സാങ്കേതിക മികവോടെയുള്ള ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഇലക്ട്രോണിക് സ്കോർ ബോർഡും ഗ്രൗണ്ടിൽ ഒരുക്കുന്നുണ്ട്. മുഴുവൻ മത്സരങ്ങളും യൂട്യൂബിൽ ലൈവായി കാണുവാനുള്ള സംവിധാനവും ഒരുക്കും. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി നടക്കുന്ന അഖിലേന്ത്യാ ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാർ റെഡ് ഫ്ലവർ ഗ്രൂപ്പും സാങ്കോസുമാണ്. മറ്റു കോ സ്പോൺസർമാരും ടൂർണമെന്റുമായി സഹകരിക്കുന്നുണ്ട്. ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശന കർമ്മം ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഹോട്ടൽ സിറ്റി ടവറിൽ നടക്കുന്ന ചടങ്ങിൽ NA നെല്ലിക്കുന്നി MLA നിർവഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ 2019 ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെ കാസർഗോഡ് KCA സ്റ്റേഡിയത്തിൽ റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ഡേ നൈറ്റ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭ കളിക്കാർ അണിനിരക്കുന്ന 16 ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. മുഴുവൻ മത്സരങ്ങളും ഡേ നൈറ്റ് ആയതിനാൽ സാങ്കേതിക മികവോടെയുള്ള ഫ്ലൈറ്റ് ലൈറ്റ് സംവിധാനവും ഇലക്ട്രോണിക് സ്കോർ ബോർഡും ഗ്രൗണ്ടിൽ ഒരുക്കുന്നുണ്ട്. KM അബ്ദുൽ റഹ്മാൻ, MA അബ്ദുൽ ഖാദർ, TM ഇക്ബാൽ, TH മുഹമ്മദ് നൌഫൽ, KT നിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
തകർക്കാം വർഗീയതയെ ഉയർത്താം ദേശീയതയെ എന്ന മുദ്രാവാക്യവുമായി നാഷണൽ യൂത്ത് ലീഗ് ക്യാമ്പയിൻ തുടങ്ങി. കാഞ്ഞങ്ങാട്ട് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു. തകർക്കും വർഗീയതയെ ഉയർത്തും ദേശീയതയെ എന്ന മുദ്രാവാക്യവുമായി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ തുടങ്ങി. ജില്ലാതലങ്ങളിൽ യൂത്ത് പാർലമെന്റും സംഘടിപ്പിക്കുന്നുണ്ട്. നോർത്ത് കോട്ടശ്ശേരിയിൽ നടന്ന യൂത്ത് പാർലമെന്റിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. NYL സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ രാജിവെച്ച ചരിത്രം നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ് ഉണ്ടായത്. ആ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ സുപ്രീം കോടതിയുടെ മുറികൾ വിട്ട് പുറത്തിറങ്ങി ലോകത്തോട് സംസാരിച്ചത്. മാധ്യമങ്ങളോട്, പത്രക്കാരോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ആദ്യമായിട്ട് ലോകത്തോട് സംസാരിച്ചതും നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ്. സുധീഷ് മിന്നി മുഖ്യപ്രഭാഷണം നടത്തി. മൊയ്തീൻ കുഞ്ഞി കളനാട്, അസീസ് കടപ്പുറം, മുഹമ്മദ് മുബാറക് ഹാജി, ഫാദിൽ അമീൻ, റഹീം പണ്ടിച്ചാൽ, റിയാസ് അമലെടുക്കം, അബൂബക്കർ പൂച്ചക്കാട്, EL നാസർ, ബിൽടെക് അബ്ദുള്ള, അബ്ദുറഹ്മാൻ കൊളവയൽ, നൌഷാദ് കൊത്തിക്കാൽ, ഷാഫി സൂരി പടുപ്പ്, PH ഹനീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഉളുവാർ മഖാം ഉറൂസിന് ബുധനാഴ്ച തുടക്കമാകും. കുമ്പോൽ KS ആറ്റുകോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് ഉറൂസിന് തുടക്കമാകുക. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അസയ്യിദ് ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളുടെ പേരിൽ 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള മഖാം ഉറൂസ് 27 മുതൽ ഏപ്രിൽ 6 വരെ നടക്കും. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കുമ്പോൽ KS ആറ്റുകോയ തങ്ങൾ പതാക ഉയർത്തും. വൈകിട്ട് M അലിക്കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് KS ജാഫർ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിക്കും. സുബൈർ ലത്തീഫി പാണ്ടിക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്നുള്ള രാത്രികളിൽ പ്രഭാഷണവും നടക്കും. ഏപ്രിൽ 5-ന് സമാപന പൊതുസമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് അന്നദാനവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ മാസം 6-ാം തീയതി അവസാനിക്കുന്ന തരത്തിൽ വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടുകയാണ്. പ്രമുഖരായ കർമ്മന്മാരും പ്രകാശകരുമൊക്കെ അണിനിരക്കുന്ന 10 ദിവസം മുൻപൊരുക്കുന്ന പ്രഭാഷണം അണിനിരയും. വാർത്താ സമ്മേളനത്തിൽ KB അബൂബക്കർ, M അബ്ദുള്ള, അബ്ദുൽ ലത്തീഫ് AB തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ചേശ്വരം താലൂക്കിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടറായ ശാന്തിപ്പള്ളം നാരായണമംഗലത്തെ ശ്യാം ഭട്ടിനെ ജില്ലാ ഭരണകൂടം ആദരിച്ചു. സ്വീപ്പിന്റെ ഭാഗമായി ജില്ലയിൽ പര്യടനം നടത്തുന്ന വോട്ട് വണ്ടിയുടെ പ്രയാണവും ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ശ്യാം ഭട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തു. അനുഭവങ്ങളുടെ ഒരു കടൽ തന്നെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചാണ് 101 വയസ്സുകാരനായ കുമ്പള നാരായണമംഗലത്തെ ശ്യാം ഭട്ട് സ്വീപ്പിന്റെ ഭാഗമായുള്ള വോട്ട് വണ്ടിയുടെ പ്രയാണം ഫ്ലാഗ് ഓഫ് ചെയ്യുവാനെത്തിയത്. കൃഷിയും ശാന്തിപ്പണിയുമാണ് പ്രവർത്തന മേഖലയെങ്കിലും തെരഞ്ഞെടുപ്പടക്കമുള്ള എല്ലാ മാറ്റങ്ങളെയും വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നയാളാണ് ഇദ്ദേഹം. വർഷങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യുന്ന ശ്യാം ഭട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം വിസ്മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെയും വിവിപാറ്റിനെയും സമ്മതിദായകർക്ക് പരിചയപ്പെടുത്തുന്ന വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുവാൻ നിറഞ്ഞ ആവേശത്തോടെയാണ് അദ്ദേഹം എത്തിയത്. ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന്റെ സാന്നിധ്യത്തിൽ കുമ്പള ശാന്തിപ്പള്ളത്തെ നാരായണമംഗലം UP സ്കൂളിന് സമീപത്ത് നടന്ന പ്രൗഢമായ ചടങ്ങിൽ ശ്യാം ഭട്ട് വോട്ട് വണ്ടി പ്രചരണത്തിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കൂടാതെ അദ്ദേഹം ഡെമോ വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്ത് വിവിപാറ്റിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. കൗതുകകരമായ ഈ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ മക്കളും കൊച്ചുമക്കളും അടങ്ങിയ നല്ലൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ VP അബ്ദുൽ റഹ്മാൻ, മഞ്ചേശ്വരം തഹസിൽദാർ ജോൺ വർഗീസ്, ഇലക്ഷൻ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് S ഗോവിന്ദൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രായത്തിന്റെ അവശതകൾ മറന്ന് വോട്ട് വണ്ടിയുടെ പ്രചരണത്തിനെത്തിയ ശ്യാം ഭട്ട് എന്ന 101കാരൻ ജില്ലയിലുള്ളവർക്ക് വോട്ട് ചെയ്യുവാനുള്ള പ്രചോദനവും. വോട്ട് വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് തിരഞ്ഞെടുപ്പ് കാലത്തെ ആവേശം നിറഞ്ഞ കാഴ്ചയായും മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCN. വൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ രണ്ടാമത്തെ ഷോറൂം നായന്മാർമൂല BKM ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. 2 വർഷത്തോളമായി ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച് ചെർക്കളയിൽ പ്രവർത്തിക്കുന്ന വൈമാർട്ട് ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോറൂമാണ് നായന്മാർമൂലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. BKM ടവറിൽ ആരംഭിച്ച ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു.
ആദ്യ വിൽപ്പന സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോലിൽ നിന്നും വ്യവസായ പ്രമുഖനും നായന്മാർമൂല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ എൻ.എ. അബൂബക്കർ ഏറ്റുവാങ്ങി. മത്സ്യ മാംസാദികൾക്കായി ഒരുക്കിയ പ്രത്യേക ഷോറൂമിന്റെ ഉദ്ഘാടനം എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. നിർവഹിച്ചു. ജനങ്ങളുടെ ആരോഗ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ സൗകര്യവും ഒക്കെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നത് കൊണ്ടാണ് വൈമാർട്ടിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചത്. ആ വിശ്വാസം കൂടുതൽ ശക്തമാകാൻ അവരുടെ ഇനിയുള്ള ഇടപെടലുകൾ കൊണ്ട് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം, മുൻ എം.എൽ.എ. CT അഹമ്മദ് അലി, BKM ടവർ ഉടമ സമീർ, വൈമാർട്ട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജലീൽ, ഡയറക്ടർമാരായ മുഹമ്മദ് ഹാരിസ്, നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. വൈമാർട്ട് എന്ന സ്ഥാപനം 2 വർഷമായി സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ജനങ്ങൾ നൽകിയ സഹകരണവും അംഗീകാരവുമാണ് ഞങ്ങളെ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റിലേക്ക് നയിച്ചത്. ഒരു കൺവീനിയൻറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാനാണ് വൈമാർട്ട് ആഗ്രഹിക്കുന്നത്. ചെർക്കളയിൽ നൽകിയ ആത്മവിശ്വാസമാണ് നായന്മാർമൂലയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ച് തുടങ്ങാൻ പ്രേരിതമായത്. തുടർന്നും ജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ആവശ്യമെന്ന് വന്നാൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുറക്കാൻ വൈമാർട്ട് താല്പര്യപ്പെടുന്നു. Actually, we opened first store in the Cherkala, so which was very successful. So after that successful, we are now opened in the Nayamarmula. So we are also having the hope of having good sale over here also, and we have come up with the largest store around 7,000 square feet now, and many more products like imported products and also variety of products available here. So we are hoping to get good sales over here. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈമാർട്ടിൽ പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. അബ്ദുൽ നാസർ മദനിക്കെതിരെ നടത്തിയ വ്യാജ പ്രചാരണം മനഃപൂർവ്വമല്ലെന്നും വ്യാജ വാർത്ത സത്യധാര പ്രസിദ്ധീകരിച്ചത് ശരിയല്ലെന്നും തിരിച്ചറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ച മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി PDP നേതാക്കൾ. ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിക്കാൻ സത്യധാര ചീഫിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും PDP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2019 ഫെബ്രുവരിയിൽ സത്യധാര പ്രസിദ്ധീകരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ അഭിമുഖത്തിലാണ് മദനിയുടെ കാല് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സത്യത്തിന് നിരക്കാത്ത വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചത്. 1992 RSS അക്രമത്തിലാണ് മദനിയുടെ കാൽ നഷ്ടപ്പെട്ടതെന്ന സത്യം പകൽ വെളിച്ചം പോലെ ലോകർക്ക് അറിയാവുന്ന കാര്യമാണ്. ആര്യാടൻ മുഹമ്മദ് നടത്തിയ ആരോപണം പിൻവലിക്കുകയോ നിയമ നടപടി നേരിടുകയോ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് PDP വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. വക്കീൽ നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് ആര്യാടൻ മുഹമ്മദ് ഖേദപ്രകടനം നടത്തിയത്. സത്യധാരയുടെ അഭിമുഖ സന്ദർശകനുമായി നടത്തിയ സന്ദർശന വേളയിൽ PDP ചൂണ്ടിക്കാണിച്ച ആരോപണം നടത്തിയിട്ടില്ല എന്നും ആര്യാടൻ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുഖേന മറുപടി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സത്യധാര പ്രസിദ്ധീകരണത്തിൽ വന്ന വാർത്ത പിൻവലിക്കുവാൻ സത്യധാര ചീഫ് അമ്പലക്കടവ് ഹമീദ് ഫൈസിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ശക്തമായ നീതി നിഷേധത്തിന്റെ ഇരയായി 2 പതിറ്റാണ്ടുകളായി കഴിയുന്ന മദനിയുടെ നീതിക്കും മോചനത്തിനും വേണ്ടി നിലകൊള്ളേണ്ടവർ സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കണമെന്നും PDP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ പ്രസ്താവന പ്രസിദ്ധീകരിച്ച സത്യധാര ദൈവാരിക പുനഃപ്രസിദ്ധീകരിച്ചുകൊണ്ട് ഈ വാർത്തയുടെ പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ട് അത് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഖേദം പ്രകടിപ്പിച്ചതുപോലെ സമൂഹത്തോട് തിരുത്തിക്കൊണ്ട് സത്യധാര അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി SM ബഷീർ, ജില്ലാ പ്രസിഡന്റ് റഷീദ് മുട്ടുന്തല, ജില്ലാ സെക്രട്ടറി അബ്ദുള്ള ബദിയടുക്ക, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MK അബ്ബാസ്, അബ്ദുൽ റഹ്മാൻ പുത്തികെ, ജില്ലാ ട്രഷറർ അസീസ് ഷേണി, സംസ്ഥാന കൗൺസിൽ അംഗം മുഹമ്മദ് സഖാഫ് തങ്ങൾ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഷാഫി കളനാട്, ആബിദ് മഞ്ഞമ്പാറ, ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഹുസൈനാർ ബണ്ടിച്ചാൽ, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ജാസിർ പൊസോട്ട്, മണ്ഡലം സെക്രട്ടറി ഖാദർ ലബ്ബൈ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടിൽ സൂക്ഷിച്ച 4 കിലോ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. കഞ്ചാവ് പിടികൂടിയത് കാസർഗോഡ് ASP D ശില്പയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ.
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളതെന്ന് കാസർഗോഡ് മണ്ഡലം NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ. കാസർഗോഡ് മണ്ഡലത്തിൽ LDFും NDAയും തമ്മിലാണ് പോരാട്ടമെന്നും രവീശ തന്ത്രി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ ഖാദി യൂണിയൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. UDF തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂട് പകർന്ന് കാസർഗോഡ് നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. CPMന്റെ കൊടുവാൾ രാഷ്ട്രീയത്തിനെതിരെ പോളിംഗ് ബൂത്തിൽ വിരൽത്തുമ്പ് കൊണ്ട് ഉത്തരം പറയണമെന്ന് KP കുഞ്ഞിക്കണ്ണൻ. 3 വർഷത്തിലൊരിക്കൽ നടത്തിവരാറുള്ള തായൽ നിക്രാജെ മഖാം ഉറൂസിന് ചൊവ്വാഴ്ച തുടക്കമാകും. ഹാഫിൾ സമ്മിദ് ഫക്രുദ്ദീൻ അൽ ഹദാദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റെഡ് ഫ്ലവർ T20 സാങ്കോസ് കപ്പ് അഖിലേന്ത്യാ ക്രിക്കറ്റ് ടൂർണമെന്റ് 26 മുതൽ KCA സ്റ്റേഡിയത്തിൽ. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.